നമസ്കാരം. ടാൻഡം PSCയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് 10th പ്രിലിംസിനാണെങ്കിലും ഡിഗ്രി ലെവൽ പ്രിലിംസിലാണെങ്കിലും സിലബസിൽ ഉള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ലൈഫ് സയൻസിലെ എൻഡോക്രൈൻ സിസ്റ്റം അഥവാ അന്തസ്രാവി വ്യവസ്ഥ എന്ന് പറയും. 10th പ്രിലിംസിൻ്റെ ഒന്നാം ഘട്ടത്തിൽ ഈ ഭാഗത്തു നിന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. എല്ലാ എക്സാമിനുകളിലും ഈ ഹോർമോണുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അന്തസ്രാവി ഗ്രന്ഥികളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമെങ്കിലും മിക്കവാറും എല്ലാ എക്സാമിനും ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ഭാഗമാണിത്. ശ്രദ്ധയോടെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു മാർക്ക് ഷുവറായിട്ട് ലഭിക്കാവുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുമ്പ് നിങ്ങൾ ടാൻഡം PSC എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. ഈ ക്ലാസ്സിൻ്റെ PDF നോട്ട്സ് ലഭിക്കുന്നതിന് വേണ്ടി ടാൻഡം PSC എന്ന ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾ അംഗമായിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനലിൽ ഒന്ന് അംഗമാക്കുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സമയം കളയാതെ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഒരു MCQ സീരീസ് ആയിട്ടാണ് ഈ ഒരു ക്ലാസ് ചെയ്തിട്ടുള്ളത്. 10 ചോദ്യങ്ങളും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റുമായിട്ടാണ് നമ്മുടെ ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹോർമോൺ കണ്ടുപിടിച്ചതാര്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് അല്ലേ. ഹോർമോൺ കണ്ടുപിടിച്ചതാര്? TH അഡിസൺ ഉണ്ട്, കാഷിമർ ഫങ്ക് ഉണ്ട്, EH സ്റ്റാൻലി ഉണ്ട്, കാൾ ലാൻഡ് സ്റ്റെയ്നർ ഉണ്ട്. ഇതിൽ ആരാണ് ഹോർമോൺ കണ്ടുപിടിച്ചത് എന്നാണ് ചോദ്യം. ഒന്ന് ആൻസർ ചെയ്ത് നോക്കുക. ആൻസർ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആൻസർ കിട്ടാത്ത ആളുകൾ പോസ്റ്റ് ചെയ്ത് ആൻസർ കണ്ടെത്തിയതിന് ശേഷം മാത്രം ബാക്കി പ്ലേ ചെയ്യാം കേട്ടോ. അപ്പോൾ ഓപ്ഷൻ C ആണ് ഇവിടെ ശരി ഉത്തരം. EH സ്റ്റാൻലി ആണ് ഹോർമോൺ കണ്ടുപിടിച്ചത്. ഹോർമോൺ കണ്ടുപിടിച്ചത് ആരാണ്? EH സ്റ്റാൻലി ആണ്. അപ്പോൾ നമ്മൾ ഓപ്ഷനിൽ കണ്ട ഒരാളാണല്ലോ കാഷിമർ ഫങ്ക്. എന്താണ് കാഷിമർ ഫങ്കിന്റെ പ്രത്യേകത? അദ്ദേഹമാണ് വൈറ്റമിനുകൾ കണ്ടുപിടിച്ചത്. വൈറ്റമിനുകൾ കണ്ടുപിടിച്ച വ്യക്തിയാണ് കാഷിമർ ഫങ്ക് എന്നറിയപ്പെടുന്നത്. ഈ ശരീരത്തിലെ രാസ സന്ദേശവാഹകർ എന്നറിയപ്പെടുന്നത് ഹോർമോണുകളാണ്. കെമിക്കൽ മെസ്സഞ്ചേഴ്സ് അഥവാ രാസ സന്ദേശവാഹകർ എന്നറിയപ്പെടുന്നത് ഹോർമോണുകളാണ്. എന്നാൽ ബയോ കാറ്റലിസ്റ്റ് എന്നറിയപ്പെടുന്നത് ആരാണ്? അത് എൻസൈമുകളാണ്. മാറിപ്പോരുത്. കെമിക്കൽ മെസ്സഞ്ചേഴ്സ് എന്നറിയപ്പെടുന്നത് ഹോർമോണുകളും ബയോ കാറ്റലിസ്റ്റ് എന്നറിയപ്പെടുന്നത് എൻസൈമുകളുമാണ്. കാറ്റലിസ്റ്റ് എൻസൈമും കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ഹോർമോണുകളുമാണ്. അങ്ങോട്ട് മാറിപ്പോവാതെ ശ്രദ്ധിക്കണം. കാറ്റലിസ്റ്റ്, എൻസൈം, കെമിക്കൽ മെസ്സഞ്ചേഴ്സ്, ഹോർമോൺ. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. TH അഡിസൺ ആണ് ഈ എൻഡോക്രൈനോളജിയുടെ അത് അന്തസ്രാവി വ്യവസ്ഥയെക്കുറിച്ചുള്ള പഠനമാണ്. അന്തസ്രാവി ഗ്രന്ഥികളെ കുറിച്ചുള്ള പഠനത്തെയാണ് നമ്മൾ എന്ത് പറയാം? എൻഡോക്രൈനോളജി എന്ന് പറയാം. ഈ എൻഡോക്രൈനോളജിയുടെ ഫാദറാണ് നമ്മൾ ഓപ്ഷനിൽ കണ്ട TH അഡിസൺ. ഹോർമോൺ കണ്ടുപിടിച്ചത് EH സ്റ്റാൻലി ആണ്. എന്നാൽ ഈ എൻഡോക്രൈനോളജിയുടെ ഫാദർ, പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? അത് TH അഡിസൺ ആണ്. പിന്നെ അതേപോലെ എൻഡോക്രൈനോളജി എന്ന് പറഞ്ഞാൽ അന്തസ്രാവി ഗ്രന്ഥികളെ കുറിച്ചുള്ള പഠനമാണെന്ന് പറഞ്ഞു. എന്നാൽ എക്സോക്രൈനോളജി എന്താണ്? ബഹിർസ്രാവി ഗ്രന്ഥികളെ കുറിച്ചുള്ള പഠനമാണ്. 2 തരത്തിലുള്ള ഗ്രന്ഥികളാണ് നമ്മുടെ ശരീരത്തിലുള്ളത് അല്ലേ. ഒന്ന് എൻഡോക്രൈൻ ഗ്ലാൻഡ് ഉണ്ട്, ഒന്ന് എക്സോക്രൈൻ ഗ്ലാൻഡ് ഉണ്ട്. പിന്നെ മിക്സ്ഡ് ഗ്ലാൻഡ് ഉണ്ട്, അതായത് സമ്മിശ്ര ഗ്രന്ഥി എന്നൊക്കെ പറയുന്ന. ഇത് രണ്ടിന്റെയും ഫംഗ്ഷൻ നിർവഹിക്കുന്നത് നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ എൻഡോക്രൈനോളജി അന്തസ്രാവി ഗ്രന്ഥികളെ കുറിച്ചുള്ള പഠനമാണ്. എൻഡോക്രൈനോളജിയുടെ പിതാവ് ആരാണ്? TH അഡിസൺ ആണ്. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. പിന്നെ അഡിനോളജി എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖയുണ്ട്. എന്താണ് അഡിനോളജി? ഗ്രന്ഥികളെയും ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളെയും കുറിച്ചുള്ള പഠനമാണ് അഡിനോളജി. മാറിപ്പോകരുത്. എൻഡോക്രൈനോളജി എന്ന് പറഞ്ഞാൽ അന്തസ്രാവി ഗ്രന്ഥികളെ കുറിച്ചുള്ള പഠനത്തെയാണ് എൻഡോക്രൈനോളജി എന്ന് പറയാം. എന്നാൽ അഡിനോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രന്ഥികളെയും ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിനെയും കുറിച്ചുള്ള പഠനത്തെയാണ് അഡിനോളജി എന്ന് പറയാം. നമ്മൾ ഓപ്ഷനിൽ കണ്ട മറ്റൊരാളാണ് കാൾ ലാൻഡ് സ്റ്റെയ്നർ അല്ലേ. എന്താണ് കാൾ ലാൻഡ് സ്റ്റെയ്നറിന്റെ പ്രത്യേകത? അദ്ദേഹമാണ് രക്തഗ്രൂപ്പുകൾ കണ്ടെത്തിയത്. രക്തഗ്രൂപ്പുകൾ കണ്ടെത്തിയത് ആരാണ്? കാൾ ലാൻഡ് സ്റ്റെയ്നർ ആണ്. ക്ലിയർ ആയിട്ടുണ്ടാവുന്ന വിചാരിക്കും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2. ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏത്? ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏത്? ഓപ്ഷൻ എയിൽ പീനിയൽ ഗ്രന്ഥി ഉണ്ട്, ഓപ്ഷൻ B തൈറോയിഡ് ഉണ്ട്, ഓപ്ഷൻ C പീയൂഷ ഗ്രന്ഥി ഉണ്ട്, ഓപ്ഷൻ D ഹൈപ്പോ തലാമസ് ഉണ്ട്. ഇതിലേതാണ് ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ്? ഉത്തരം കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ B ആണ് ശരി ഉത്തരം അല്ലേ. തൈറോയിഡ് ഗ്രന്ഥിയാണ് ഏറ്റവും വലിയ
ഗ്രന്ഥി എന്നറിയപ്പെടുന്നത്. ഏറ്റവും വലിയ ഗ്രന്ഥി അല്ല, ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി അല്ലെങ്കിൽ എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്നത് തൈറോയിഡ് ഗ്ലാൻഡ് ആണ്. എന്നാൽ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത് എന്നാണ് ചോദ്യമെങ്കിൽ, ഏറ്റവും വലിയ ഗ്രന്ഥി ഏത് എന്നാണ് ചോദ്യമെങ്കിൽ കരളാണ്. മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അത് കരളാണ്. അതേപോലെ ഏറ്റവും വലിയ ആന്തരിക അവയവം ഏത് എന്ന് ചോദിച്ചാൽ അതും എന്താണ്? കരളാണ്. അപ്പൊ രണ്ട് ചോദ്യത്തിന് ഉത്തരമുണ്ട്. ഒന്ന് ഏറ്റവും വലിയ ഗ്രന്ഥി ഏത് എന്ന് ചോദിച്ചാൽ, ഏറ്റവും വലിയ ആന്തരിക അവയവം ഏതെന്ന് ചോദിച്ചാൽ ഒക്കെ കരളാണ്. കരള് ഒരു ബഹിർസ്രാവി ഗ്രന്ഥിയുമാണ്, അതോടൊപ്പം ഒരു സമ്മിശ്ര ഗ്രന്ഥി കൂടിയാണ്. അതായത് ചില സമയങ്ങളിൽ അന്തസ്രാവി ഗ്രന്ഥികളുടെ ഫംഗ്ഷനും ചില സമയങ്ങളിൽ ബഹിർസ്രാവി ഗ്രന്ഥികളുടെ ഫംഗ്ഷനൊക്കെ കാണിക്കാറുണ്ട്. അപ്പോൾ തൈറോയിഡ് ഗ്രന്ഥിയാണ് ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി അഥവാ എൻഡോക്രൈൻ ഗ്ലാൻഡ്. എന്നാൽ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കരളാണ്. ഏറ്റവും വലിയ ബഹിർസ്രാവി ഗ്രന്ഥി ഏത് എന്നുള്ള ചോദ്യത്തിനും കരൾ എന്ന് ഉത്തരം കാണുന്നുണ്ട്. കരള് പ്രധാനമായിട്ടും ഒരു ബഹിർസ്രാവി ഗ്രന്ഥിയാണ്. എന്നാൽ ചില സമയങ്ങളിൽ അന്തസ്രാവി ഗ്രന്ഥികളുടെയും സ്വഭാവം ഇത് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു സമ്മിശ്ര നാഡിയായിട്ടും സമ്മിശ്ര ഗ്രന്ഥിയായിട്ടും പറയുന്നുണ്ട്, കരളിനെ പറയുന്നുണ്ട്. എന്താണ് ഈ സമ്മിശ്ര ഗ്രന്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് ഹോർമോണുകളും ഉൽപ്പാദിപ്പിക്കും, എൻസൈമുകളും ഉൽപ്പാദിപ്പിക്കും. ഈ ഹോർമോണിന്റെ പ്രത്യേകത എന്താണ്? ഹോർമോൺ നേരിട്ട് രക്തത്തിലേക്കാണ് സെക്രീറ്റ് ചെയ്യുക. എന്നാൽ എൻസൈമുകളാണെങ്കിൽ അവർക്ക് പ്രത്യേക ഗ്ലാൻഡുകൾ ഉണ്ടാകും. ആ ഗ്ലാൻഡുകൾ വഴിയാണ് എൻസൈമുകൾ സെക്രീറ്റ് ചെയ്യുക. അത് രണ്ടുള്ള വ്യത്യാസം മനസ്സിലാക്കി വെക്കണം. അതായത് എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് നേരിട്ട് രക്തത്തിലേക്ക് സെക്രീറ്റ് ചെയ്യുകയാണ്. അതിന് പ്രത്യേക എന്തില്ല? ഗ്ലാൻഡുകളില്ല. അതിനായിട്ട് സെപ്പറേറ്റ് ഗ്ലാൻഡുകൾ ഉണ്ടാവില്ല. ഹോർമോൺ ഉൽപ്പാദിപ്പിച്ച് നേരെ രക്തത്തിലേക്ക് സെക്രീറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അതിനെയാണ് എന്ത് പറയുക? എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയുക. എന്നാൽ ഈ എൻസൈമുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് എക്സോക്രൈൻ ഗ്ലാൻഡ്സ് ആണ്. ഈ എക്സോക്രൈൻ ഗ്ലാൻഡ്സിന് എന്തുണ്ട്? ഡക്റ്റഡ് ആണ്. അവർക്ക് എന്തുണ്ട്? പ്രത്യേകം നാളികളുണ്ട്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ സമ്മിശ്ര ഗ്രന്ഥികൾക്ക് ഉദാഹരണമാണ് കരളും പാൻക്രിയാസും. കരളും അതേപോലെ പാൻക്രിയാസും ഒരു സമ്മിശ്ര ഗ്രന്ഥിയാണ്. രണ്ട് സ്വഭാവവും കാണിക്കുന്നുണ്ട്. എൻഡോക്രൈൻ ഗ്ലാൻഡിന്റെ സ്വഭാവവും എക്സോക്രൈൻ ഗ്ലാൻഡിന്റെ സ്വഭാവവും കാണിക്കുന്നുണ്ട്. എന്നാലും പാൻക്രിയാസിന് സാധാരണ നമ്മൾ എൻഡോക്രൈൻ ഗ്ലാൻഡിന്റെ കൂടെയാണ് എണ്ണാറുള്ളത്. എന്നാൽ അത് എക്സോക്രൈൻ ഗ്ലാൻഡിന്റെ സ്വഭാവവും കാണിക്കാറുണ്ട്. കരൾ നേരെ തിരിച്ചാണത്. നമ്മൾ എണ്ണാറുള്ളത് എക്സോക്രൈൻ ഗ്ലാൻഡിന്റെ കൂടെയാണ്. എന്നാൽ എൻഡോക്രൈൻ ഗ്ലാൻഡിന്റെ സ്വഭാവവും കരള് കാണിക്കുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിശപ്പുണ്ടാക്കുന്ന ഹോർമോൺ ഏത്? വിശപ്പുണ്ടാക്കുന്ന ഹോർമോൺ ഏത്? ഓപ്ഷൻ എയിൽ തൈറോക്സിൻ ഉണ്ട്, ഓപ്ഷൻ ബിയിൽ സൊമാറ്റോട്രോപ്പിൻ ഉണ്ട്, ഓപ്ഷൻ സിയിൽ ഓക്സിറ്റോസിൻ ഉണ്ട്, ഓപ്ഷൻ ഡിയിൽ ഗ്രലിൻ ഉണ്ട്. ഇതിലേതാണ് വിശപ്പുണ്ടാക്കുന്ന ഹോർമോൺ എന്നാണ് ചോദ്യം. ഒന്ന് ആൻസർ ചെയ്ത് നോക്കുക. ഉത്തരം കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ഗ്രലിൻ ആണ് വിശപ്പുണ്ടാക്കുന്ന ഹോർമോൺ. ഹങ്കർ ഹോർമോൺ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? ഗ്രലിൻ ആണ്. ഇത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ആമാശയത്തിലാണ്. ചില സമയത്ത് ഇത് ചെറുകുടലിലും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. പ്രധാനമായിട്ടും ആമാശയത്തിലാണ് ഗ്രലിൻ എന്ന് പറയുന്ന ഈ വിശപ്പുണ്ടാക്കുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. വളർച്ച ഹോർമോൺ എന്നറിയപ്പെടുന്നത് സൊമാറ്റോട്രോപ്പിനാണ്. നമ്മൾ ഓപ്ഷനിൽ കണ്ട മറ്റൊരു ഹോർമോണാണ് സൊമാറ്റോട്രോപ്പിൻ അല്ലേ. സൊമാറ്റോട്രോപ്പിൻ എന്താണ്? വളർച്ച ഹോർമോൺ എന്നാണ് അറിയപ്പെടുന്നത്. ആരാണ് ഈ സൊമാറ്റോട്രോപ്പിൻ ഉൽപ്പാദിപ്പിക്കുന്നത്? ആരാണ്? പീയൂഷ ഗ്രന്ഥിയാണ് അഥവാ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ് ഏത് ഉൽപ്പാദിപ്പിക്കുന്നത്? സൊമാറ്റോട്രോപ്പിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. മാസ്റ്റർ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് പീയൂഷ ഗ്രന്ഥി. മാസ്റ്റർ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് പീയൂഷ ഗ്രന്ഥി. ശരീരത്തിലെ മറ്റു ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നത് കൊണ്ടാണ് മാസ്റ്റർ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത്. അതായത് പീയൂഷ ഗ്രന്ഥി എന്ത് ചെയ്യുന്നുണ്ട്? മറ്റു ഗ്രന്ഥികളുടെ ഉദാഹരണമായിട്ട് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? പീയൂഷ ഗ്രന്ഥിയാണ്. അപ്പോൾ തൈറോയിഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അഥവാ TSH ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? പീയൂഷ ഗ്രന്ഥിയാണ്. കാരണം മറ്റു ഗ്രന്ഥികളെ കൂടി നിയന്ത്രിക്കുന്നത് കൊണ്ടാണ് ഇതിനെ മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് അറിയപ്പെടുന്നത്. കൂടുതലൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ മാസ്റ്റർ ഗ്ലാൻഡായ പീയൂഷ ഗ്രന്ഥിയെയും നിയന്ത്രിക്കുന്ന മറ്റൊരു ഗ്രന്ഥിയുണ്ട്. അതാണ് ഹൈപ്പോതലാമസ്. അതായത് മറ്റു ഗ്രന്ഥികളെ നിയന്ത്രിക്കുന്ന ഗ്രന്ഥിയാണ് ഏത്? പീയൂഷ ഗ്രന്ഥി. മറ്റു ഗ്രന്ഥികളെ കൂടി നിയന്ത്രിക്കുന്നത് കൊണ്ട് പീയൂഷ ഗ്രന്ഥി എന്ന് പറയുന്നു, മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് പറയുന്നു. എന്നാൽ ഈ മാസ്റ്റർ ഗ്ലാൻഡിനെ നിയന്ത്രിക്കുന്ന ഒരു ഗ്രന്ഥിയാണ് ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത്. ഈ ഹൈപ്പോതലാമസിനെ ചില സ്ഥലങ്ങളിൽ മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് പറഞ്ഞു കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് പറയുന്നത് കൂടുതലായിട്ടും പറഞ്ഞു കാണുന്നത് പീയൂഷ ഗ്രന്ഥിയെ കുറിച്ചിട്ടാണ്. ചിലയിടങ്ങളിൽ ഈ ഒരു ഹൈപ്പോതലാമസിനെയും മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് പറഞ്ഞു കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് നമ്മൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് ആർക്കാണ്? പീയൂഷ ഗ്രന്ഥിയാണ്. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ
പീയൂഷഗ്രന്ഥിയാണ് സൊമാറ്റോട്രോപ്പിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. സൊമാറ്റോട്രോപ്പിന്റെ പ്രത്യേകത എന്താണ്? സൊമാറ്റോട്രോപ്പിനാണ് വളർച്ചാ ഹോർമോൺ എന്നറിയപ്പെടുന്നത്. അതോടൊപ്പം തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? പീയൂഷഗ്രന്ഥിയാണ്. മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് അറിയപ്പെടുന്നതിന്റെ കാരണം നമ്മൾ പറഞ്ഞു. പിന്നെ മാസ്റ്റർ ഗ്ലാൻഡ് ആയ പീയൂഷഗ്രന്ഥിയെ നിയന്ത്രിക്കുന്നത് ആരാണ്? ഹൈപ്പോതലാമസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് ഫസ്റ്റ് ഫേസിൽ വന്നിട്ടുള്ള ഒന്നാം ഘട്ടക്കാർക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണ്. ഭീമാകാരത്വം ഏത് ഹോർമോണിന്റെ ഏറ്റക്കുറച്ചിലുമായി ബന്ധപ്പെട്ട അവസ്ഥയാണ്? വാസോപ്രസിൻ, തൈറോക്സിൻ, അഡ്രീനാലിൻ, സൊമാറ്റോട്രോപ്പിൻ. ഇതിൽ ഏത് ഹോർമോണിന്റെ ഏറ്റക്കുറച്ചിലുമായിട്ട് ബന്ധപ്പെട്ട രോഗമാണ് ഭീമാകാരത്വം എന്നാണ് ചോദ്യം. 10th പ്രിലിംസിന്റെ ഒന്നാം ഘട്ടത്തിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഒന്ന് ആൻസർ ചെയ്ത് നോക്കുക. ആൻസർ കിട്ടിയിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു. സൊമാറ്റോട്രോപ്പിൻ ആണ് ശരി ഉത്തരം. നമ്മൾ പറഞ്ഞു പിന്നെ വളർച്ചാ ഹോർമോൺ ആണ് സൊമാറ്റോട്രോപ്പിൻ അല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് അറിയാം ഇത് ഭീമാകാരത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വളർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് അമിതമായിട്ടുള്ള വളർച്ചയാണ് ഭീമാകാരത്വം. വളർച്ച കുറയുന്ന അവസ്ഥ എന്താണ്? വാമനത്വമാണ് അല്ലെ, ഡോർഫിസം എന്ന് പറയും. ഭീമാകാരത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ജൈജാൻഡിസം ആണ് അതിന്റെ ഇംഗ്ലീഷ് പേര്. രണ്ടും ഓർത്ത് വെക്കുക. പ്രത്യേകിച്ച് സെക്രട്ടറി അസിസ്റ്റന്റ് പോലെയുള്ള ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്ന ആളുകൾ ഇതിന് ഇംഗ്ലീഷ് ടേം കൂടി ഒന്ന് പഠിച്ചു വെക്കുക. ജൈജാൻഡിസം എന്ന് പറയുന്നത് ഭീമാകാരത്വവും ഡ്വാർഫിസം എന്ന് പറയുന്നത് വാമനത്വവുമാണ്. ഡ്വാർഫിസം, വാമനത്വം, ജൈജാൻഡിസം അത് ഓർത്തൊക്കെ എളുപ്പമാണ്. ഭീമാകാരം ഒരു ജാൻഡ് എന്നൊക്കെ പറയില്ല നമ്മളെന്താ, രാക്ഷസൻ. അന്ന് നല്ല ഭീമാകാരനായ ഒരാളാണല്ലോ ഈ രാക്ഷസൻ എന്ന് പറയുന്നത്. ആ രീതിയിൽ ഓർത്ത് അത് ജൈജാൻഡിസം എന്ന് പറയുന്നത് ഭീമാകാരത്വം, വാമനത്വം എന്ന് പറയുന്നത് ഡാർഫിസമാണ്. ഇത് രണ്ടും സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വാമനത്വവും ഭീമാകാരത്വവും. അതായത് വളർച്ചാ ഹോർമോണാണ് സൊമാറ്റോട്രോപ്പിൻ. ഈ സൊമാറ്റോട്രോപ്പിന്റെ അളവ് കൂടുകയാണെങ്കിൽ കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ് ഭീമാകാരത്വം. അതിലാണ് കുട്ടികളിലാണ് സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കൂടിക്കഴിഞ്ഞാൽ ഭീമാകാരത്വം ഉണ്ടാകുന്നത്. എന്നാൽ ഈ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കൂടിക്കഴിഞ്ഞാൽ മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗമാണ് അക്രോമെഗലി. മാറിപ്പോകരുത്. കുട്ടികളിൽ ഭീമാകാരത്വം അഥവാ ജൈജാൻഡിസം ഉണ്ടാകും, മുതിർന്നവരിൽ എന്തുണ്ടാകും? അക്രോമെഗലി ഉണ്ടാകും. രണ്ടും സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കൂടുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ്. കാരണം വളർച്ചാ ഹോർമോൺ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ കൂടുതലായിട്ട് ശരീരത്തിന് വളർച്ച ഉണ്ടാകും കുട്ടികളിലാവുമ്പോൾ. പിന്നെ ഒരു വളർച്ച നിൽക്കുന്ന ഒരു പ്രായത്തിന് ശേഷം വീണ്ടും ഈ പറയുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന രോഗമാണ് അക്രോമെഗലി. അത് പിന്നെ എല്ലുകളുടെ അഗ്രമൊക്കെ വളയുന്ന രോഗമാണ് അക്രോമെഗലി എന്നറിയപ്പെടുന്നത്. അപ്പോൾ മാറിപ്പോകാതെ ഓർത്തു വെക്കുക. കുട്ടികളിൽ ഭീമാകാരത്വം, മുതിർന്നവരിൽ അക്രോമെഗലി. ഇനി സൊമാറ്റോട്രോപ്പിൻ ഉൽപാദനം കുറയുന്നു. സൊമാറ്റോട്രോപ്പിൻ ഉൽപാദനം കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും വളർച്ച കുറയും. അപ്പോഴാണ് എന്തുണ്ടാവുക? വാമനത്വം ഉണ്ടാവുക. സൊമാറ്റോട്രോപ്പിൻ വളർച്ചാ ഘട്ടത്തിൽ ആവശ്യത്തിന് സൊമാറ്റോട്രോപ്പിൻ ഉൽപ്പാദിപ്പിച്ചിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? വളർച്ച കുറയും. അതിനെ നമ്മൾ വാമനത്വം അഥവാ ഡ്വാർഫിസം എന്ന് പറയും. അപ്പൊ ഈ സൊമാറ്റോട്രോപ്പിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? പീയൂഷഗ്രന്ഥിയാണ്. നമ്മൾ കഴിഞ്ഞ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. പീയൂഷഗ്രന്ഥിയാണ് ആരുൽപ്പാദിപ്പിക്കുന്നത്? സൊമാറ്റോട്രോപ്പിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടിയന്തര ഹോർമോൺ അഥവാ എമർജൻസി ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഏത്? ഓപ്ഷൻ എയിൽ തൈറോക്സിൻ ഉണ്ട്, ഓപ്ഷൻ ബിയിൽ ഓക്സിറ്റോസിൻ ഉണ്ട്, ഓപ്ഷൻ സിയിൽ അഡ്രിനാലിൻ ഉണ്ട്, ഓപ്ഷൻ ഡിയിൽ ഇൻസുലിൻ ഉണ്ട്. ഇതിൽ ഏതാണ് എമർജൻസി ഹോർമോൺ അഥവാ അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നത്? ഒന്ന് ആൻസർ ചെയ്ത് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. അതുകൊണ്ട് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. അഡ്രീനാലിനാണ് അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നത്. അഡ്രീനൽ ഗ്രന്ഥിയാണ് അഡ്രീനാലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. വൃക്കയുടെ മുകളിലാണ് അഡ്രീനൽ ഗ്രന്ഥിയുടെ സ്ഥാനം. വൃക്കയുടെ മുകളിലായിട്ടാണ് അഡ്രീനൽ ഗ്ലാൻഡ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ആരാണ്? പാൻക്രിയാസ് ആണ് അല്ലെ. പാൻക്രിയാസ് അഥവാ ആഗ്നേയ ഗ്രന്ഥിയാണ് എന്ത് ഉൽപ്പാദിപ്പിക്കുന്നത്? ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ പാൻക്രിയാസിന് ഒരു പേരുണ്ടല്ലോ, എന്താണ്? സ്വീറ്റ് ബ്രെഡ് അഥവാ മധുര ഗ്രന്ഥി എന്നറിയപ്പെടുന്നുണ്ട്. പാൻക്രിയാസ് സ്വീറ്റ് ബ്രെഡ് അഥവാ മധുര ഗ്രന്ഥി എന്നറിയപ്പെടുന്നുണ്ട്. തൈമസ് ഗ്രന്ഥിയെയും സ്വീറ്റ് ഗ്ലാൻഡ് അഥവാ മധുര ഗ്രന്ഥി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ രണ്ടും ഓർത്ത് നോക്കുക. ഓപ്ഷനിൽ വരുന്നത് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. മധുര ഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാൻക്രിയാസ് അഥവാ ആഗ്നേയ ഗ്രന്ഥി ഉണ്ട്, അതോടൊപ്പം തൈമസ് ഗ്രന്ഥിയും ഉണ്ട്. അപ്പോൾ ഈ ഓപ്ഷനിൽ രണ്ടും വരാൻ സാധ്യതയില്ല, ഏതെങ്കിലും ഒന്നേ വരുള്ളൂ. ആ രീതിയിൽ നിങ്ങൾ ആൻസർ ചെയ്യാം. പാൻക്രിയാസ് ആണെങ്കിലും തൈമസ് ഗ്രന്ഥി ആണെങ്കിലും രണ്ടിനെയും മധുര ഗ്രന്ഥി എന്നറിയപ്പെടുന്നുണ്ട്. പാൻക്രിയാസ് ഏതിനെ ഉൽപ്പാദിപ്പിക്കുന്നു? ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ അഡ്രീനാലിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ ഒരു അടിയന്തര ഹോർമോണാണ് അഡ്രീനാലിൻ എന്ന് പറഞ്ഞു. നമുക്കറിയാം ഒരു
ആക്സിഡന്റ് ഒക്കെ സംഭവിക്കുന്ന സമയത്തൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന അടിയന്തര ഘട്ടമാണല്ലോ, ആ ഘട്ടത്തിലൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണിത്. അല്ലെങ്കിൽ ചിലപ്പോൾ ചില സാഹചര്യങ്ങളിലൊക്കെ രണ്ട് വാഹനങ്ങൾ തമ്മിൽ മുട്ടിയില്ല എന്ന നിലക്ക് കടന്നു പോകുന്ന സാഹചര്യം ഉണ്ടാവും. ആ സമയത്ത് ഒരുപാട് തർക്കങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ അവിടെ. പെട്ടെന്ന് അങ്ങോട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന് അങ്ങോട്ട് ചീത്ത പറയുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവും. അതായത് ജസ്റ്റ് ഒന്ന് മുട്ടില്ല എന്ന് പറഞ്ഞ് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു അടിയന്തര ഘട്ടം സംഭവിച്ചപ്പോൾ ശരീരം ഒരുപാട് അഡ്രിനാലിൻ ഉൽപ്പാദിപ്പിച്ചു. എന്നാൽ അവിടെ ആക്സിഡന്റ് ഒന്നും സംഭവിക്കാഞ്ഞപ്പോൾ ഈ അഡ്രിനാലിൻ വെറുതെ നിൽക്കില്ല. അപ്പോൾ അതിങ്ങനെ നമ്മളങ്ങനെ എന്ത് ചെയ്യും, ഒരു അബ്നോർമൽ അവസ്ഥ ഉണ്ടാക്കും. അങ്ങനെയാണ് ഈ തർക്കങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണം. സത്യത്തിൽ പലപ്പോഴും കണ്ടിട്ടുണ്ടാവില്ലേ, ആക്സിഡന്റ് ഒക്കെ നടന്നില്ല, വണ്ടി മുട്ടില്ല എന്നുള്ള നിലക്കൊന്ന് പാസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ വണ്ടി സൈഡാക്കിയിട്ട് രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളിലൊക്കെ ഏർപ്പെടുന്നത്, അതിനൊക്കെ ഒരു കാരണം ശരിക്കും ഈ അഡ്രിനാലിന്റെ ഉൽപ്പാദനമാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബയോളജിക്കൽ ക്ലോക്ക് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ബയോളജിക്കൽ ക്ലോക്ക് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എയിൽ സമയനിർണ്ണയമുണ്ട്, ഓപ്ഷൻ ബിയിൽ സ്വഭാവ ക്രമീകരണമുണ്ട്, ഓപ്ഷൻ സിയിൽ വളർച്ചാ നിരക്കുണ്ട്, ഓപ്ഷൻ ഡിയിൽ പ്രസവമുണ്ട്. ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് ബയോളജിക്കൽ ക്ലോക്ക്? ഇത് PSC നേരത്തെ ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ബയോളജിക്കൽ ക്ലോക്ക് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് അങ്ങനത്തെ ഒരു ചോദ്യം PSC നേരത്തെ ചോദിച്ചിട്ടുണ്ട്. ഏതാണ് എക്സാം എന്നുള്ളത് കൃത്യമായിട്ട് ഓർമ്മയില്ല, കുറച്ച് മുമ്പാണ്. പിന്നെ അതിന് ശേഷം ചോദിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. എന്നാലും PSCയുടെ ഒരു PYQ ആണ് ബയോളജിക്കൽ ക്ലോക്ക് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഉത്തരം കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. സ്വഭാവ ക്രമീകരണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ത്? ബയോളജിക്കൽ ക്ലോക്ക് അഥവാ ജൈവ ഘടികാരം. ബയോളജിക്കൽ ക്ലോക്ക് അഥവാ ജൈവ ഘടികാരം എന്ന് പറഞ്ഞാൽ സമയം നോക്കാനുള്ള ക്ലോക്കല്ല, അതെന്താണ്? സ്വഭാവ ക്രമീകരണവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പീനിയൽ ഗ്രന്ഥിയാണ് ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്നത്. ഈ പീനിയൽ ഗ്രന്ഥിയാണ് ബയോളജിക്കൽ ക്ലോക്ക് ആയിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ബയോളജിക്കൽ ക്ലോക്ക് ആയിട്ട് പ്രവർത്തിക്കുന്ന ഗ്രന്ഥി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പീനിയൽ ഗ്രന്ഥിയാണ്. എവിടെയാണ് പീനിയൽ ഗ്രന്ഥി കാണപ്പെടുന്നത്? സെറിബെല്ലത്തിന് മുകളിലായിട്ട് അമരവിത്തിന്റെ ആകൃതിയിലാണ് പീനിയൽ ഗ്രന്ഥി കാണപ്പെടുന്നത്. സെറിബെല്ലത്തിന് മുകളിലായിട്ട് അമരവിത്തിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് ഏത്? പീനിയൽ ഗ്രന്ഥി. ഈ പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് മെലാട്ടോണിനും സെറാട്ടോണിനും. ഏതൊക്കെയാണ്? മെലാട്ടോണിൻ, സെറാട്ടോണിൻ. രാത്രി സമയത്ത് കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണാണ് മെലാട്ടോണിൻ. ജീവിതത്തിന്റെ റിതം ക്രമീകരിക്കുന്നു. അതുകൊണ്ടാണ് ഇതിനെ എന്ത് പറയുന്നത്? ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറയപ്പെടുന്നത്. ജീവിതത്തിന്റെ റിതം ക്രമീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് രാത്രി 10 മണിക്ക് ഉറങ്ങുന്ന ഒരാളാണ്. 10 മണിക്ക് ഉറങ്ങി നമ്മൾ പഠിക്കാനൊക്കെ ഉണ്ട്, ഒരു 5 മണിക്കൊക്കെ അലാറം വെച്ച് കിടക്കും. പക്ഷേ 5 മണിക്ക് അലാറം അടിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ഓഫാക്കി അല്ലെങ്കിൽ സ്നൂസ് അടിച്ചിട്ടൊക്കെ ഉറങ്ങും. നമ്മൾ ഉണരാൻ കഴിയില്ല. 10 മണിക്ക് കിടന്നാൽ 5 മണിക്ക് എഴുന്നേൽക്കാൻ മടിയായിരിക്കും അല്ലേ? എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു ദിവസം നിങ്ങൾക്ക് ഒരു 4 മണിക്ക് ഒരു ടൂറിന് പോകാനുണ്ട്. നിങ്ങൾ വളരെ വൈകിയാണ് കിടന്നത്. 10 മണിക്ക് കിടക്കുന്നത്, നിങ്ങൾ 12 മണിക്കാണ് കിടന്നത്. അലാറൊക്കെ വെച്ച് കിടന്നു. ഒരു 4 മണിക്ക് എഴുന്നേൽക്കണമെന്ന് വിചാരിച്ച് അലാറൊക്കെ വെച്ച് കിടന്നു. പക്ഷേ നിങ്ങൾ 3 മണിക്ക് എഴുന്നേൽക്കും. വന്ന് 10 മണിക്ക് കിടന്ന് 5 മണിക്ക് എഴുന്നേൽക്കാൻ പറ്റാത്ത നിങ്ങൾ അന്ന് 3 മണിക്ക് എഴുന്നേൽക്കും. അതിൻ്റെ കാരണം എന്താ? നിങ്ങൾക്ക് വളരെ താല്പര്യമുള്ള ഒരു ടൂറിന് പോവുകയാണ് പിറ്റേന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? അലാറം അടിക്കുന്നതിന് മുമ്പേ നമ്മൾ എഴുന്നേൽക്കും. എന്താണ് അതിൻ്റെ കാരണം? അതിൻ്റെ കാരണം ഈ ഒരു ജൈവ ഘടികാരം കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. നമ്മൾ മാനസികമായിട്ട് നമുക്ക് താല്പര്യമുള്ളൊരു സംഗതിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെങ്കിൽ നമ്മൾ ആ സമയത്തിന് മുമ്പേ നമ്മൾ എഴുന്നേറ്റിരിക്കും. അത് നമ്മുടെ സ്വഭാവ ക്രമീകരണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫംഗ്ഷനാണത്. അപ്പോൾ ഈ മെലാട്ടോണിനാണ് ഇതിന് സഹായമാകുന്നത്. രാത്രി സമയത്ത് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണാണ് മെലാട്ടോണിൻ. എന്നാൽ സെറാട്ടോണിൻ എപ്പോഴാണ് ഉപയോഗിക്കുക? പകൽ സമയത്താണ് കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത്. മനുഷ്യരിലെ വൈകാരിക അവസ്ഥയെ നിയന്ത്രിക്കുന്ന ഹോർമോണാണ് സെറാട്ടോണിൻ. ഇത് ഓർത്ത് വെക്കാൻ എളുപ്പമാണ്. കാരണം നമുക്കറിയാം, സെറാട്ടോണിൻ നമ്മൾ അങ്ങാടിയിലൊക്കെ പോയിട്ട് സൊറ പറഞ്ഞിരിക്കില്ല. അപ്പോഴാണ് പകൽ സമയങ്ങളിലല്ലേ, രാത്രി കിടന്നുറങ്ങല്ലേ ചെയ്യുന്നത്. ആ രീതിയിൽ അത് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. സെറാട്ടോണിൻ പകൽ സമയത്താണ്. അപ്പോൾ ഈ സൊറ പറഞ്ഞിരിക്കുമ്പോൾ എന്തുണ്ടാവും? വൈകാരികമായിട്ടുള്ള സംസാരങ്ങളും ഇതൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ ആ അവസ്ഥയെ കൺട്രോൾ ചെയ്യണമെങ്കിൽ എന്ത് വേണം? സെറാട്ടോണിൻ വേണം. ആ രീതിയിൽ ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ സൊറ എന്നുള്ളത്, സെറാട്ടോണിൻ എന്നുള്ളത് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ പകൽ സമയത്താണ് ഇത് കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത് എന്നും മനുഷ്യരിലെ വൈകാരിക അവസ്ഥയെയാണ് നിയന്ത്രിക്കുന്നത് സെറാട്ടോണിൻ ആണ് എന്നും മനസ്സിലാവും. രാത്രിയാണ് പിന്നെ മെലാട്ടോണിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ജീവിതത്തിന്റെ റിതം ക്രമീകരിക്കുന്നത് മെലാട്ടോണിൻ ആണ്. അപ്പോൾ പീനിയൽ ഗ്രന്ഥിയാണ് മെലാട്ടോണിനും സെറാട്ടോണിനും ഉൽപ്പാദിപ്പിക്കുന്നത്. സ്വഭാവ ക്രമീകരണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ഗ്രന്ഥി. ബയോളജിക്കൽ ക്ലോക്ക് അഥവാ ജൈവ ഘടികാരം എന്നറിയപ്പെടുന്നത് ഈ പറയുന്ന പീനിയൽ ഗ്രന്ഥിയാണ്. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രസവ സമയത്ത് ഗർഭാശയ സങ്കോചത്തെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏത്? പ്രസവ സമയത്ത് ഗർഭാശയ സങ്കോചത്തെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏത്? വാസോപ്രസിൻ ഉണ്ട്, ഓക്സിറ്റോസിൻ ഉണ്ട്, പ്രൊലാക്റ്റിൻ ഉണ്ട്, തൈറോക്സിൻ ഉണ്ട്.
ഇതിലേതാണ് പ്രസവ സമയത്ത് ഗർഭാശയം സങ്കോചിക്കാൻ സഹായിക്കുന്നത്? ആൻസർ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ആൻസർ കിട്ടാത്തവർ പോസ് ചെയ്തിട്ട് ആൻസർ കണ്ടെത്താൻ ശ്രമിക്കുക കേട്ടോ. ഓക്സിറ്റോസിനാണ് ഉത്തരം. പ്രസവ സമയത്ത് ഗർഭാശയം സങ്കോചിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ഓക്സിറ്റോസിൻ ആണ്. ഈ ഓക്സിറ്റോസിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? ഹൈപ്പോതലാമസ് ആണ് അല്ലേ. ഹൈപ്പോതലാമസ് ആണ് ഓക്സിറ്റോസിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ ഹൈപ്പോതലാമസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ന്യൂറോക്ലൈൻ ഗ്ലാൻഡ് ആണ്. ന്യൂറോക്ലൈൻ ഗ്ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ശരീരത്തിലുള്ള പ്രധാനപ്പെട്ട 2 സിസ്റ്റങ്ങളാണ്. ഒന്ന് പിന്നെ ഈ പറയുന്ന അന്തസ്രാവി വ്യവസ്ഥയും മറ്റൊന്ന് പിന്നെ അതായത് എന്താ പറയുക, നാഡീ വ്യവസ്ഥ എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ ഉണ്ട് അല്ലേ. ഈ നാഡീ വ്യവസ്ഥക്കും അന്തസ്രാവി വ്യവസ്ഥക്കും ഇടയിൽ ഒരു പിന്നെ പാലമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഗ്രന്ഥിയാണ് ഈ ഹൈപ്പോതലാമസ് എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് ഇതൊരു ന്യൂറോക്ലൈൻ ഗ്രന്ഥിയാണെന്ന് പറയും. ശരീര ഊഷ്മാവ് നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗമാണ് ഹൈപ്പോതലാമസ്. നമ്മുടെ ശരീരത്തിലെ ഊഷ്മാവ് നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗമാണ് ഹൈപ്പോതലാമസ്. ഇനി ശരീര ഊഷ്മാവ് നിയന്ത്രിക്കുന്ന അവയവം ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അത് ത്വക്കാണ്. നമ്മൾ ചൂട് വരുമ്പോൾ എന്താ സംഭവിക്കുക? വിയർക്കുകയാണ് ചെയ്യുക. ത്വക്കിലൂടെ വിയർക്കുകയും ത്വക്കിലൂടെ ഈ ഒരു താപത്തെ പുറത്ത് വിട്ടുകൊണ്ട് ഇത് കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ശരീര ഊഷ്മാവ് നിയന്ത്രിക്കുന്ന അവയവം ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ത്വക്കാണ്. എന്നാൽ ശരീര ഊഷ്മാവ് നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈപ്പോതലാമസ് ആണ്. മാറിപ്പോകരുത്, ഹൈപ്പോതലാമസ് ആണ് ഓക്സിറ്റോസിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. പ്രസവ സമയത്ത് ഗർഭാശയം സങ്കോചിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ. ഹൈപ്പോതലാമസ് എന്താണ്? ഒരു ന്യൂറോക്ലൈൻ ഗ്ലാൻഡ് ആണ് അല്ലെ. വിശപ്പ്, ദാഹം, ലൈംഗികാസക്തി, സുഖാനുഭൂതി എന്നിവ നിയന്ത്രിക്കുന്ന അതും ഹൈപ്പോതലാമസ് ആണ്. വിശപ്പ്, ദാഹം, ലൈംഗികാസക്തി, സുഖാനുഭൂതി എന്നീ വികാരങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഹൈപ്പോതലാമസ് ആണ്. വാസോപ്രസിൻ, ഓക്സിറ്റോസിൻ ഇത് രണ്ടുമാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്സിറ്റോസിന്റെ ഫംഗ്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു. അതേപോലെ മറ്റൊരു ഫംഗ്ഷനാണ് വാസോപ്രസിൻ. എന്താണ് വാസോപ്രസിൻ എന്ന് പറയപ്പെടുന്നത്? ADH എന്നും ഇത് അറിയപ്പെടുന്നത്. അതായത് മൂത്രവിരുദ്ധ ഹോർമോൺ, ആന്റി ഡയൂററ്റിക് ഹോർമോൺ അഥവാ ADH എന്ന് അറിയപ്പെടുന്ന ഹോർമോണാണ് വാസോപ്രസിൻ. മൂത്രവിരുദ്ധ ഹോർമോൺ എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. അതായത് ശരീരത്തിലെ ജലത്തിന്റെ അളവ് ക്രമീകരിക്കുന്ന ഹോർമോണാണ് വാസോപ്രസിൻ. ADH അഥവാ മൂത്രവിരുദ്ധ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോണാണ് ഏത്? വാസോപ്രസിൻ. ശരീരത്തിലെ ജലത്തിന്റെ അളവ് ക്രമീകരിക്കുന്നത് ആരാണ്? വാസോപ്രസിൻ ആണ്. അപ്പൊ ഇത് മാറിപ്പോരുത്. വാസോപ്രസിനും ഓക്സിറ്റോസിനും ഇത് ഓർത്തോക്കാൻ ഒരു കോഡ് പറഞ്ഞുതരാം. നമുക്കറിയാം നമ്മൾ ഈ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യാം? ഫ്ലഷ് ടാങ്ക് പ്രസ് ചെയ്യൂലേ, ആ പ്രസ് എന്നുള്ളത് ഓർത്ത് വെച്ചാൽ മതി. വാസോപ്രസിൻ എന്താണ്? മൂത്രവിരുദ്ധ ഹോർമോണാണ്. അതായത് മൂത്രത്തിലൂടെയുള്ള ജലനഷ്ടം തടയുന്ന ഒരു ഹോർമോണാണ് ഈ വാസോപ്രസിൻ എന്ന് അറിയപ്പെടുന്നത്. ഈ വാസോപ്രസിന്റെ ഉൽപ്പാദനം കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പിന്നെ ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ഉണ്ടാകും. ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും മൂത്രമൊഴിക്കുക, മൂത്രത്തിലൂടെ ഒരുപാട് ജലം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത്. ഡയബറ്റിസ് മെലിറ്റസ് എന്താണ്? നമുക്കറിയാം പ്രമേഹമാണ്, ഷുഗർ ആണ് അല്ലെ. ഡയബറ്റിസ് ഇൻസിപ്പിഡസും മെലിറ്റസും മാറിപ്പോരുത്. ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത് മൂത്രത്തിലൂടെ ജലം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ്. ഈ ആന്റി ഡയൂററ്റിക് ഹോർമോൺ ശരീരത്തിൽ കുറഞ്ഞാൽ ഉണ്ടാകുന്ന സാഹചര്യമാണ്, ഒരു അവസ്ഥയാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്നത് എന്താണ്? പ്രമേഹമാണ്, ഷുഗർ ആണ്. ഇത് മാറിപ്പോകാതിരിക്കാൻ ഓർത്ത് വെച്ചാൽ മതി. ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്നത് പ്രമേഹമാണല്ലോ. ഈ പ്രമേഹമുള്ള ആളുകൾ ശരീരം വേഗം മെലിയും, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഡയബറ്റിസ് മെലിറ്റസ് അങ്ങനെ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഡയബറ്റിസ് മെലിറ്റസ് എന്താണ്? പ്രമേഹമാണ് അല്ലെങ്കിൽ ഷുഗർ ആണ്. ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറഞ്ഞാൽ ADH അഥവാ വാസോപ്രസിന്റെ ഉൽപാദനം കുറയുമ്പോൾ ഉണ്ടാകുന്ന ശരീരത്തിലെ അവസ്ഥയാണ്. അതായത് മൂത്രത്തിലൂടെ ഒരുപാട് ജലം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഏത്? ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. അപ്പോൾ വാസോപ്രസിൻ ആന്റി ഡയൂററ്റിക് ഹോർമോൺ അഥവാ മൂത്രവിരുദ്ധ ഹോർമോൺ എന്ന് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓപ്ഷനിൽ കണ്ട മറ്റൊരാളാണല്ലോ പ്രോലാക്റ്റിൻ. എന്താണ് ഈ പ്രോലാക്റ്റിന്റെ ധർമ്മം? പ്രോലാക്റ്റിൻ എന്ന് പറഞ്ഞാൽ പാൽ ഉൽപാദനത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് പ്രോലാക്റ്റിൻ. പ്രസവശേഷം പ്രോലാക്റ്റിന്റെ അളവ് വർദ്ധിക്കുന്നു, സ്വാഭാവികമാണല്ലോ. അപ്പോൾ പാൽ ഉൽപാദനത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് പ്രോലാക്റ്റിൻ എന്നുള്ളത് ഓർത്ത് വെക്കുക. പേരിൽ തന്നെ ഉണ്ടല്ലോ ലാക്റ്റിൻ, ലാക്ടോസ്, പാലിൽ അടങ്ങിയിരിക്കുന്ന ഷുഗർ ആണല്ലോ ലാക്ടോസ് എന്നറിയപ്പെടുന്നത്. ആ രീതിയിലൊക്കെ ഓർത്ത് വെച്ചാൽ മതി. പ്രോലാക്റ്റിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാൽ ഉൽപാദനത്തിന് സഹായിക്കുന്ന ഹോർമോണാണ്. ഈ പ്രോലാക്റ്റിൻ ഉൽപ്പാദിപ്പിക്കുന്ന ആരാണ്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ് പ്രോലാക്റ്റിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെറിബ്രത്തിന് താഴെയായി പയറുവിത്തിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ഗ്രന്ഥി ഏത്? സെറിബ്രത്തിന് താഴെയായി പയറുവിത്തിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ഗ്രന്ഥി ഏത്? ഹൈപ്പോതലാമസ്, പീയൂഷ ഗ്രന്ഥി, പീനിയൽ ഗ്രന്ഥി, തൈറോയിഡ് ഗ്ലാൻഡ്. ഇതിലേതാണ് സെറിബ്രത്തിന് താഴെയായി പയറുവിത്തിന്റെ ആകൃതിയിൽ കാണപ്പെടുന്നത്? ഈ ഗ്രന്ഥികളുടെ ഷേപ്പും അത് സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ.
ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. പീയൂഷ ഗ്രന്ഥിയാണ് സെറിബ്രത്തിന് താഴെ പയറുവിത്തിന്റെ ആകൃതിയിൽ കാണപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ പീനിയൽ ഗ്രന്ഥി എവിടെയാണ് കാണപ്പെടുന്നത്? അത് സെറിബല്ലത്തിന്റെ മുകളിലാണ്. മാറിപ്പോയത്. പീയൂഷ ഗ്രന്ഥി സെറിബ്രത്തിന് താഴെ കാണപ്പെടുന്ന പയറുവിത്തിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് പീയൂഷ ഗ്രന്ഥി. പീനിയൽ ഗ്രന്ഥി എവിടെയാണ് കാണപ്പെടുന്നത്? സെറിബല്ലത്തിന് മുകളിലാണ്. ഹൈപ്പോ തലാമസ് തലാമസിന് താഴെയാണ് കാണപ്പെടുന്നത്. ഒക്കെ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് മാറിപ്പോയത്. പീയൂഷ ഗ്രന്ഥി കാണപ്പെടുന്നത് എവിടെയാണ്? സെറിബ്രത്തിന് താഴെയായിട്ടാണ് പീയൂഷ ഗ്രന്ഥി കാണപ്പെടുന്നത്. പീനിയൽ ഗ്രന്ഥി കാണപ്പെടുന്നത് സെറിബല്ലത്തിന് മുകളിലാണ്. ഹൈപ്പോ തലാമസ് പിന്നെ ഓർത്തോക്കാൻ എളുപ്പമാണ്, തലാമസിന് താഴെയാണ്. പിന്നെ തൈറോയിഡ് ഗ്രന്ഥി എവിടെയാണ് കാണപ്പെടുക? അത് സ്വനപേടകത്തോട് ചേർന്നിട്ടുണ്ട്. അതായത് ലാരിങ്സ് അഥവാ ഈ ഭാഗത്തായിട്ടാണ് കാണപ്പെടുക. അല്ലെ, കഴുത്തിന്റെ ഈ ഭാഗത്തായിട്ടാണ് തൈറോയിഡ് ഗ്രന്ഥി കാണപ്പെടുക. സ്വനപേടകത്തോട് ചേർന്ന്, സ്വനപേടകം അഥവാ ലാരിങ്സിനോട് ചേർന്നിട്ടാണ് തൈറോയിഡ് ഗ്രന്ഥി കാണപ്പെടുക. അങ്ങനെയാണ് പാരോ തൈറോയിഡ് ഗ്രന്ഥി എവിടെയാണ്? തൈറോയിഡിന് തൊട്ട് പിറകിലായിട്ടാണ് പാരോ തൈറോയിഡ് ഗ്ലാൻഡ് കാണപ്പെടുന്നത്. തൈമസ് ഗ്രന്ഥി കാണപ്പെടുന്നത് മാറലിനോട് ചേർന്നിട്ടാണ് തൈമസ് ഗ്രന്ഥി കാണപ്പെടുന്നത്. ആഗ്നേയ ഗ്രന്ഥി അഥവാ പാങ്ക്രിയാസ് എവിടെയാണ്? ആമാശയത്തോട് അല്ലെങ്കിൽ കരളിനോട് ചേർന്നിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. പാങ്ക്രിയാസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആമാശയത്തോട് അല്ലെങ്കിൽ കരളിനോട് ചേർന്നിട്ടാണ്. ഈ ആമാശയം കരളൊക്കെ ഏകദേശം അടുത്തടുത്ത് വരുന്ന രണ്ട് ഓർഗൻസ് ആണല്ലോ. അപ്പൊ ആമാശയത്തോട് ചേർന്ന് അല്ലെങ്കിൽ കരളിനോട് ചേർന്ന് കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് ആഗ്നേയ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത്. പിന്നെ അഡ്രീനൽ ഗ്ലാൻഡ് ഉണ്ട്. അത് വൃക്കയുടെ മുകളിലായിട്ട് ആണ് കാണപ്പെടുന്നത്. നമ്മൾ പറഞ്ഞു എമർജൻസി ഹോർമോൺ എന്നറിയപ്പെടുന്ന അഡ്രീനാലിനാണ് അത് ഉത്പാദിപ്പിക്കുന്ന അഡ്രീനൽ ഗ്രന്ഥിയാണ്. ഈ അഡ്രീനൽ ഗ്രന്ഥി എവിടെയാണ് കാണപ്പെടുന്നത്? വൃക്കക്ക് മുകളിൽ ഒരു തൊപ്പി പോലെ കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് അഡ്രീനൽ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത്. ക്ലിയർ ആയിട്ടാണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 9. ഗോയിറ്റർ രോഗത്തിന് കാരണമാകുന്ന ഗ്രന്ഥി ഏത്? ഏത് ഗ്രന്ഥിയുടെ പ്രവർത്തനം മൂലമാണ് അല്ലെങ്കിൽ ഏത് ഗ്രന്ഥിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഗോയിറ്റർ എന്നാണ് ചോദ്യം. തൈമസ് ഗ്രന്ഥിയുണ്ട്, തൈറോയിഡ് ഗ്രന്ഥിയുണ്ട്, പാങ്ക്രിയാസ് ഉണ്ട്, ഹൈപ്പോ തലാമസ് ഉണ്ട്. സിമ്പിളായിട്ട് നമ്മൾ ചെറുപ്പം മുതലേ പഠിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഇതില്ലേ. ആൻസർ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അല്ലേ, തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട ഒരു അസുഖമാണ് ഗോയിറ്റർ എന്നറിയപ്പെടുന്നത്. തൈറോയിഡ് ഗ്രന്ഥിയുടെ വീക്കം മൂലമോ തൈറോയിഡ് ഹോർമോണിന്റെ ഉത്പാദനത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസമോ ആണ് ഗോയിറ്ററിന് കാരണമാകുന്നത്. ഭക്ഷണത്തിൽ ആവശ്യത്തിന് അയഡിൻ ലഭിക്കാത്തതും ഗോയിറ്ററിന് കാരണമാകും. അപ്പൊ തൈറോയിഡ് ഗ്രന്ഥിയുടെ വീക്കം അല്ലെങ്കിൽ ഹോർമോൺ ഉത്പാദനത്തിന്റെ ഉണ്ടാകുന്ന കുറവുമൊക്കെയാണ്, വ്യത്യാസമൊക്കെയാണ് എന്ത് ഗോയിറ്ററിന് കാരണമാകുന്നത്. ഭക്ഷണത്തിലൂടെ അയഡിന്റെ കുറവ് സംഭവിച്ചാലും ഭക്ഷണത്തിലൂടെ ലഭിക്കുന്ന അയഡിന്റെ കുറവും എന്തിന് കാരണമാകുന്നുണ്ട്? ഈ ഗോയിറ്റർ രോഗത്തിന് കാരണമാകുന്നുണ്ട്. ഈ ഗോയിറ്റർ തന്നെ പല ടൈപ്പ് ഉണ്ട്. അതിൽ ജനന സമയത്ത് കാണപ്പെടുന്ന ഗോയിറ്ററിനെ കൺജനിറ്റൽ ഗോയിറ്റർ എന്നാണ് അറിയപ്പെടുക. കൺജനിറ്റൽ ഗോയിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനന സമയത്ത് കാണപ്പെടുന്ന ഗോയിറ്റർ ആണ് കൺജനിറ്റൽ ഗോയിറ്റർ എന്നറിയപ്പെടുന്നത്. മാറിപ്പോയത്. ജനന സമയത്ത് കാണുന്ന ഗോയിറ്റർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൺജനിറ്റൽ ഗോയിറ്റർ ആണ്. ഇനി പ്രധാനപ്പെട്ട മറ്റൊരു ഗോയിറ്ററിന്റെ ടൈപ്പാണ് എക്സോഫ്താൽമിക് ഗോയിറ്റർ അഥവാ ഗ്രേവ്സ് രോഗം എന്നറിയപ്പെടുന്നത്. എക്സോതാൽമിക് ഗോയിറ്റർ അഥവാ ഗ്രേവ്സ് രോഗം എന്നറിയപ്പെടുന്നത് തൈറോയിഡ് ഹോർമോണിന്റെ ഉത്പാദനം കൂടുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് എന്ത്? എക്സോഫ്താൽമിക് ഗോയിറ്റർ അല്ലെങ്കിൽ ഗ്രേവ്സ് രോഗം എന്നറിയപ്പെടുന്നത്. തൈറോയിഡ് ഹോർമോണിന്റെ ഉത്പാദനം കൂടുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് എന്ത്? എക്സോഫ്താൽമിക് ഗോയിറ്റർ. ഈ തൈറോയിഡിന്റെ ഉത്പാദനം കൂടുന്ന അവസ്ഥക്ക് പറയുന്ന പേരാണ് ഹൈപ്പർ തൈറോയിഡിസം. മാറിപ്പോയത്. ഹൈപ്പോ തൈറോയിഡിസം വേറെയുണ്ട്, ഇത് ഹൈപ്പർ തൈറോയിഡിസം ആണ്. ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറഞ്ഞാൽ തൈറോയിഡ് ഹോർമോണിന്റെ ഉത്പാദനം കൂടുന്ന അവസ്ഥയാണ് ഹൈപ്പർ തൈറോയിഡിസം എന്ന് അറിയപ്പെടുന്നത്. ഈ ഹൈപ്പർ തൈറോയിഡിസം കാരണമാണ് എന്തുണ്ടാകുന്നത്? എക്സോഫ്താൽമിക് ഗോയിറ്റർ അഥവാ ഗ്രേവ്സ് രോഗം ഉണ്ടാകുന്നത്. മാറിപ്പോരുത്. ഹോർമോണിന്റെ ഉത്പാദനം കൂടുമ്പോൾ, അതായത് തൈറോയിഡ് ഹോർമോണിന്റെ ഉത്പാദനം കൂടുന്ന അവസ്ഥയാണ് ഹൈപ്പർ തൈറോയിഡിസം. ഈ ഹൈപ്പർ തൈറോയിഡിസം കാരണമാണ് എന്തുണ്ടാകുന്നത്? എക്സോഫ്താൽമിക് ഗോയിറ്റർ അല്ലെങ്കിൽ ഗ്രേവ്സ് രോഗം ഉണ്ടാകുന്നത്. ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. ഈ എക്സോഫ്താൽമിക് ഗോയിറ്റർ എന്താണ്? ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. അപ്പൊ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് കൂടുന്ന അവസ്ഥയാണ്. തൈറോയിഡ് ഹോർമോണിന്റെ ഉത്പാദനം കൂടുന്ന അവസ്ഥയാണ്. തൈറോയിഡ് ഹോർമോണിന്റെ ഉത്പാദനം കുറയുന്ന അവസ്ഥ നമ്മൾ പറഞ്ഞു, അത് ഹൈപ്പോ തൈറോയിഡിസം ആണ്. അങ്ങോട്ട് മാറിപ്പോയത്. അല്ലെങ്കിൽ ഓർത്ത് വെക്കാൻ ഹൈപ്പർ, ഹൈപ്പോ ഈ രണ്ട് വാക്കുകൾ പരിഗണിക്കുമ്പോൾ ഒരക്ഷരം കൂടുതലാണ് ഹൈപ്പറിൽ. ഹൈപ്പോയിൽ 4 അക്ഷരം ഉണ്ടാകുമ്പോൾ ഹൈപ്പറിൽ 5 അക്ഷരമുണ്ട്. അപ്പോൾ ഒരക്ഷരം കൂടുതലാണ് ഹൈപ്പറിൽ. അതുകൊണ്ട് തന്നെ കൂടുന്ന അവസ്ഥ ഹൈപ്പർ തൈറോയിഡിസം ആണ്, കുറയുന്നത് ഹൈപ്പോ തൈറോയിഡിസം ആണെന്ന് അങ്ങനെ ഓർത്ത് വെച്ചാലും മതി. ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈറോയിഡ് ഹോർമോണിന്റെ ഉത്പാദനം കൂടുന്ന അവസ്ഥയാണ്. ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈറോയിഡ് ഹോർമോണിന്റെ ഉത്പാദനം കുറയുന്ന അവസ്ഥയാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റാണ് കാൽസിറ്റോണിൻ. അല്ലേ, കാൽസിറ്റോണിൻ ഉത്പാദിപ്പിക്കുന്നത് ആരാണ്? തൈറോയിഡ് ഗ്രന്ഥിയാണ്. തൈറോയിഡ് ഗ്രന്ഥി ഉത്പാദിപ്പിക്കുന്ന മറ്റൊരു ഹോർമോണാണ് കാൽസിറ്റോണിൻ. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്ന ഗ്രന്ഥി ഏത്? 10ാമത്തെ ചോദ്യമാണ്. രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്ന ഗ്രന്ഥി ഏത്? തൈറോയിഡ് ഗ്രന്ഥി ഉണ്ട്, അഡ്രീനൽ ഗ്രന്ഥി ഉണ്ട്, തൈമസ് ഗ്രന്ഥി ഉണ്ട്, പാങ്ക്രിയാസ് ഉണ്ട്. ഇതിൽ ഏത് ഗ്രന്ഥിയാണ് രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നത്? ഒന്ന് ആൻസർ ചെയ്ത് നോക്കുക. ഉത്തരം കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അഡ്രീനൽ ഗ്രന്ഥിയാണ് രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്ന ഗ്രന്ഥി. അഡ്രീനൽ ഗ്രന്ഥിയാണ് രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്ന ഗ്രന്ഥി. നമ്മൾ നേരത്തെ പറഞ്ഞു കിഡ്നിക്ക് മുകളിൽ കാണുന്ന ചെറിയൊരു ഗ്രന്ഥിയാണ് അഡ്രീനൽ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത്. ഈ അഡ്രീനൽ ഗ്രന്ഥിയിലെ അഡ്രീനൽ കോർട്ടെക്സ് ആണ് ആൽഡോസ്റ്റിറോൺ, കോർട്ടിസോൾ, ആൻഡ്രജൻ, ഈസ്ട്രജൻ തുടങ്ങിയ ഹോർമോണുകളൊക്കെ ഉത്പാദിപ്പിക്കുന്നത്. ആൻഡ്രജൻ, ഈസ്ട്രജൻ ഒക്കെ എന്താണ്? സെക്സ് ഹോർമോൺസ് ആണ് അല്ലേ. മെറ്റബോളിക് പ്രവർത്തനങ്ങൾ, രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ, രക്തസമ്മർദ്ദം എന്നിവയെ നിയന്ത്രിക്കുന്നതിൽ അഡ്രീനൽ ഗ്രന്ഥിക്ക് പങ്കുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് മെറ്റബോളിക് റിയാക്ഷൻസ്, രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ, അതേപോലെ രക്തസമ്മർദ്ദം എന്നിവയെ നിയന്ത്രിക്കുന്ന ഇതിൽ പങ്ക് ആർക്കുണ്ട്? അഡ്രീനൽ ഗ്രന്ഥിക്കുണ്ട്. അപ്പോൾ അഡ്രീനൽ ഗ്രന്ഥിയാണ് രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നത്. അതേപോലെ മെറ്റബോളിക് പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഗ്രന്ഥിയാണ് അഡ്രീനൽ ഗ്രന്ഥി. രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഗ്രന്ഥിയാണ് അഡ്രീനൽ ഗ്രന്ഥി. ആ 3 പോയിന്റ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. സെക്സ് ഹോർമോൺസ് ആയ ആൻഡ്രജൻ, ഈസ്ട്രജൻ ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? അഡ്രീനൽ ഗ്രന്ഥിയാണ്. അഡ്രീനൽ കോർട്ടെക്സ് ആണ് ഈ പറയുന്ന ഹോർമോണുകളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത്. ആൽഡോസ്റ്റിറോൺ ആണെങ്കിലും കോർട്ടിസോൾ ആണെങ്കിലും ആൻഡ്രജൻ ആണെങ്കിലും ഈസ്ട്രജൻ ആണെങ്കിലും ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? അഡ്രീനൽ ഗ്ലാൻഡിലെ അഡ്രീനൽ കോർട്ടെക്സ് എന്ന് പറയുന്ന ഭാഗമാണ്. കിഡ്നിക്ക് മുകളിലാണ് ഇതിന്റെ സ്ഥാനം എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഈ എൻഡോക്രൈൻ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരുപാട് പോയിന്റുകളാണ് നോക്കിയിട്ടുള്ളത്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്നുപോലും സ്കിപ്പ് ചെയ്യാറില്ല. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുക. നല്ലൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.